എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ പച്ചരി വെച്ചല്ല ഇത് ചെയ്തിരിക്കുന്നത്, ഇത് ചാമേരി കൊണ്ടുള്ള ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതാണ് ചാമ എന്ന് പറയുന്നത്, അതായത് ലിറ്റിൽ മില്ലറ്റ് എന്ന് അറിയപ്പെടും. അപ്പോൾ നമ്മൾ സാധാരണ പച്ചരി കൊണ്ട് ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ലിറ്റിൽ മില്ലറ്റ് ഇട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയുന്നത്, അതായത് ചാമ. ഇത് തന്നെ പല ടൈപ്പ് നമുക്ക് കിട്ടും. ഇത് ചെറുധാന്യങ്ങളിൽ പെടുന്നതാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കണം. നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് കുതിരാനായിട്ട് വെക്കേണ്ടത്. ഇത് ഞാൻ അൺപോളിഷ്ഡ് ആയിട്ടുള്ള ചാമയാണ് മേടിച്ചിട്ടുള്ളത്. ഈ ചാമ കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം, ഇഡലി ഉണ്ടാക്കാം, അതേപോലെ തന്നെ ഉപ്പുമാവ് എല്ലാം ഉണ്ടാക്കാം. പക്ഷേ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറഞ്ഞതൊരു 6-8 മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണം. എന്നാലേ നമുക്കതിൻ്റെ ഗുണങ്ങൾ മൊത്തത്തിൽ കിട്ടത്തുള്ളൂ. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിരാനായിട്ട് ഇട്ടില്ലെങ്കിൽ നമുക്ക് വയറിനൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് സോക്ക് ചെയ്തിരിക്കുന്ന വെള്ളം ഊറ്റിക്കളയുകയും ചെയ്യരുത്. ആ വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ ദോശയ്ക്കായാലും ഇഡലിക്കായാലും ഇത് അരച്ചെടുക്കേണ്ടുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ള ഈ ചാമേരി നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിവതും നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് 2-3 വെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് അടച്ചു വയ്ക്കാം. ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മൾ ചാമ ഇളന്ന അതേ കപ്പിൽ തന്നെ ഒരു 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കാം. 2 കപ്പ് തികച്ച് വേണമെന്നില്ല വെള്ളം, നമുക്കിത് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ വേണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടുന്നത് ഉഴുന്നാണ്. ഏകദേശം 1/2 കപ്പ് നിറയെ ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത മെഷർമെൻറ്റ് കപ്പിൻ്റെ അതേ അളവ് തന്നെ 1/2 കപ്പ് ഉഴുന്നെടുത്താൽ മതി. നിങ്ങൾ ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ ആ അളവിന് തന്നെ 2 ഗ്ലാസ് ചാമയ്ക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് അങ്ങനെ എടുത്താൽ മതി. ഇനി അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ പച്ചരിക്ക് പകരം ഇവിടെ ചാമ എടുക്കുന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 8 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയേണ്ട, അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഉഴുന്ന് അരയ്ക്കുന്നതിനും അതേപോലെ തന്നെ ചാമ അരയ്ക്കുന്നതിനും ഈ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതി. ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പം വലിയ ജാറാണ്, നമുക്കിത് ഒരുമിച്ചിട്ട് അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് 2ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഉഴുന്ന് മാത്രം ഒന്ന് അരച്ചെടുക്കുകയാണ്. അതിലോട്ട് ഈ ചാമയിലുള്ള വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചാമയൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ച അതേ മിക്സി ജാറിലോട്ട് തന്നെ നമുക്ക് ചാമയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൽ കുതിർത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നും ചോറും ചേർക്കും, അതേപോലെ തന്നെ പച്ചരി. ഇവിടെ പച്ചരിയുടെ സ്ഥാനത്ത് നമ്മൾ ചാമ ചേർക്കുന്നതിനൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ പച്ചരി അരയ്ക്കുന്ന പോലെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരഞ്ഞ് കിട്ടും. ഇനി നമുക്കത് ഉഴുന്നൊഴിച്ച് അതേ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലതുപോലെ പുളിച്ച് പൊങ്ങി കിട്ടും. നിങ്ങൾ തവി കൊണ്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഏകദേശം 2-3 മിനിറ്റോളം നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് അടച്ച് പുളിച്ച് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ പുളിച്ച് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം. മാവ് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി നമ്മുടെ മാവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇഡലി ഉണ്ടാക്കുന്നതിനായാലും ദോശ ഉണ്ടാക്കുന്നതിനായാലും എല്ലാം ഈ മാവ് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അതിൻ്റെ പോവാതെ നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ തലേന്ന് ഉപ്പിട്ട് വയ്ക്കാമെന്ന് നമുക്ക് ഇത്രയായിട്ട് ഇളക്കേണ്ടി വരത്തില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇനി നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചൂടായ ഒരു ദോശക്കല്ലിലോട്ട് നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നൈസായിട്ടുള്ള ദോശയാണ് ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തീ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു സൈഡൊന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ദോശയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മില്ലറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നമ്മൾ അരിക്ക് പകരം മില്ലറ്റ് ചേർക്കുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഈ ദോശ നമ്മൾ കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് രുചി വ്യത്യാസം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് നമ്മൾ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ആ ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കുതിർക്കുന്ന വെള്ളം തന്നെ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കണം. അതേപോലെ തന്നെ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ യൂട്യൂബിൽ തന്നെ മില്ലറ്റിൻ്റെ റെസിപ്പികളും അതിൻ്റെ ഗുണങ്ങളും അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് വിശദമായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ദോശയെല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിതിനവിടെ തക്കാളി ചമ്മന്തിയും അതേപോലെ തന്നെ നമ്മുടെ തേങ്ങ അരച്ച ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.